വാർത്തകൾ വളരും തോറും പടരും തോറും അതിന് നിറഭേദങ്ങളുണ്ടാകും. പടിഞ്ഞാറക്കരയെ ഭീതിയിലാഴ്ത്തിയ പുലി ഇപ്പോഴും അജ്ഞാതമായി തുടരുന്നു. ഇവിടെ പുലി ഉണ്ടെന്നുള്ള വാർത്ത കുറച്ചു മുന്നേ തന്നെ പ്രദേശത്ത് പരന്നതാണ്. പിന്നീട് അത് മറ്റ് എന്തോ ജീവിയാണെന്ന് പറഞ്ഞ് അങ്ങനെ പോയി. പിന്നെ കുറച്ചുനാൾ മൃഗങ്ങളെ ആക്രമിക്കാൻ തുടങ്ങിയപ്പോൾ വീണ്ടും പുലി ഭീതി പരന്നു. പിന്നീട് ഈ സംശയം ഫലവത്തായി. അവസാനം ഫോറസ്റ്റ് അധികാരികൾ പുലി തന്നെ എന്ന് ഏകദേശം ഉറപ്പായപ്പോൾ ക്യാമറയും സ്ഥാപിച്ചു. ക്യാമറയിൽ പുലി കുടുങ്ങി, ഉറപ്പിച്ചു സംഭവം പുലി തന്നെ. ഇനിയാണ് കാര്യങ്ങളിലേക്ക് പോകേണ്ടത്. അറിഞ്ഞതും കണ്ടതും കേട്ടതും പരന്ന വാർത്തകളും എല്ലാം പുലി തന്നെ. പക്ഷേ ആ പുലി എവിടെ? പുലിയെ പിടിക്കാൻ വെച്ച കൂടിന് അരികിൽ വരെ പുലി വന്നു പോകുന്നു എന്ന് പറയപ്പെടുന്നു. ഈ പുലി പല പ്രദേശങ്ങളിലും കാണപ്പെട്ടു എന്നും പറയപ്പെടുന്നു. പുലി ഉണ്ട് എന്ന് പറയുന്ന പ്രദേശത്തിന്റെ റോഡിന്റെ പടിഞ്ഞാറ് ഭാഗങ്ങളിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും വീടുകളിൽ അടക്കം CCTV ക്യാമറകൾ ഉള്ളതാണ്. എന്നാൽ ഈ CCTV ക്യാമറകളിലൊന്നും പുലി ഇന്ന് വരെ പതിഞ്ഞിട്ടുമില്ല. ഇതിപ്പോൾ ആശങ്ക മാത്രമായിരുന്ന സംഭവം ഇപ്പോൾ യാഥാർത്ഥ്യമാണെന്ന് സ്ഥിരീകരിച്ചപ്പോൾ ശരിക്കും ഭീതിയോടെ ജീവിക്കുന്നത് ഈ പ്രദേശത്തെ പാവം ജനങ്ങളാണ്. പുലി ഇവിടെ ഉണ്ടെന്നും ഒരു പുലിയല്ല, ഒന്നിൽ കൂടുതൽ പുലികൾ ഉണ്ട് എന്നും പുലി മറ്റുള്ള പ്രദേശങ്ങളിലേക്കും എത്തുന്നു എന്ന തരത്തിലൊക്കെ പണ്ട് കാരണവന്മാർ പറയുന്നത് പോലെ കമ്പി ഇല്ല കമ്പി പരന്നുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ഒരു പക്ഷം നടക്കട്ടെ. ഒരു കൂടും വെച്ച് കൂട്ടിൽ പുലിയെ വീഴ്ത്തുവാൻ, പുലിക്കുള്ള ഭക്ഷണവും വെച്ച് കാത്തിരിക്കുവാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായി. പുലിയാണെന്ന് സ്ഥിരീകരിച്ച ദിവസം റവന്യൂ അധികാരികൾ വന്ന് പുലി ഉണ്ടെന്ന് പറയപ്പെടുന്ന ഈ പ്രദേശത്തെ വനമേഖല പോലെ കിടക്കുന്ന സ്ഥലങ്ങൾ വെട്ടിത്തെളിക്കുവാൻ ഭൂ ഉടമകൾക്ക് നോട്ടീസ് നൽകുമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ അത്തരം ഒരു നോട്ടീസ് നൽകിയതാണോ, നോട്ടീസ് ലഭിച്ചിട്ടും പ്രദേശത്തെ കാടുകൾ വെട്ടിത്തെളിക്കുവാൻ ഭൂ ഉടമകൾ തയ്യാറാവാത്തതാണോ എന്നും വ്യക്തമല്ല. അതല്ല, ഇത് എന്തിനു വേണ്ടി ഭൂ ഉടമകളെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണോ ഉണ്ടാകുന്നത് എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. ശരിയായ രൂപത്തിൽ ഈ പ്രദേശത്തെ കാടുകൾ വെട്ടിത്തെളിച്ചാൽ തന്നെ ഏറ്റവും വലിയ ഭയാശങ്ക മാറിക്കിട്ടും. വന്യജീവികളെ കണ്ടെത്തുവാനും വേണ്ട നടപടികൾ സ്വീകരിക്കുവാനും കഴിവുള്ള നല്ലൊരു ഫോറസ്റ്റ് വിഭാഗം ഇവിടെ ക്യാമ്പ് ചെയ്തിട്ടും ഇതിനൊരു പരിഹാരം ഇല്ലാതെയാകുന്നത് എന്താണ്? ഇത് കാരണം രാത്രി സമയങ്ങളിൽ പുഴകളിൽ മത്സ്യം പിടിക്കാൻ പോകുന്ന പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ ദിവസങ്ങളായി ജോലിക്ക് പോകുവാൻ പോലും കഴിയാതെ കഷ്ടപ്പെടുകയാണ്. ഇതിനുമപ്പുറം ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ സ്കൂൾ ക്രിസ്മസ് അവധി കഴിഞ്ഞ് തുറക്കുകയുമാണ്. അങ്ങനെ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ ഈ പ്രദേശത്തുള്ള വിദ്യാർത്ഥികളുടെയും മദ്രസ പഠനം പൂർണ്ണമായും അവതാളത്തിൽ ആകുന്ന തരത്തിലാണ് കാര്യങ്ങളുടെ പോക്ക്. നിലവിൽ 6 മണിക്ക് ആരംഭിക്കേണ്ട മദ്രസ ഇപ്പോൾ ആരംഭിക്കുന്നത് തന്നെ 8 മണിക്കാണ്. 6 മണിക്ക് മദ്രസയിൽ പോയി തിരിച്ച് 8 മണി സമയത്തോടു കൂടി സ്കൂളിലേക്ക് പോകുവാൻ തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളുടെ പഠനം ഈ പുലി ഭീതിയിൽ അവതാളത്തിലാകും. ഇതിനൊക്കെ പരിഹാരമാകണമെങ്കിൽ ഈ പ്രദേശത്ത് നിന്ന് പുലിയെ പിടിക്കുകയോ അതല്ല എങ്കിൽ ഇവിടെ നിന്ന് പുലി പൂർണ്ണമായും പോയെന്ന് ഉറപ്പാക്കുകയോ വേണം. അതല്ല, ഈ ഭൂ ഉടമകളെ സംരക്ഷിക്കുന്ന തരത്തിലാണ് കാര്യങ്ങളുടെ പോക്ക് എങ്കിൽ ഈ പ്രദേശത്തിന്റെ ഭാവി തന്നെ ആശങ്കയിലാകും. നായകളെയും കുറുനരികളെയും ഭക്ഷിച്ച് ജീവിക്കുന്ന പുലി ഇന്നുവരെ ഒരു മനുഷ്യന് നേരെയും തിരിഞ്ഞതായി അറിവില്ല. ആർക്കും അങ്ങനെ ഒരു അപകടം സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾ പറയും പോലെ വാർത്തകൾ വളരും തോറും പടരും തോറും അതിന് നിറഭേദങ്ങൾ ഉണ്ടാകും. ഇതിൽ ജനങ്ങൾ ഭയാശങ്കയിൽ നിന്നും കയറുകയുമില്ല. ഉടൻ ഇതിനൊരു നടപടി ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.